സുകുമാരാ, ഞാൻ അവിടെ ഉണ്ടെന്ന് ഈ എങ്ങനെ അറിഞ്ഞേ? അത് നമ്മളെ തേങ്ങൽക്കാരൻ ഗോപാലൻ പറയേ, നിങ്ങൾ കടി കിട്ടി പോന്നിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോണ്ട് കൊരി കേൾക്കുന്നു. അതായിട്ട കോരി അല്ലടോ, അത് ഇങ്ങനെ ജലദോഷമൊക്കെ ആയിട്ടാണ്ടോ. എന്താ പറ്റിയത്? അതൊന്നും പറയണ്ട സുകുമാര. ഞാൻ മോനെ കണ്ടു വരേനി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ വന്ദേ ഭാരതിന്റെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ വരിക. എവിടെയോ ഒന്ന് ചവിട്ടി പോയിണ്ട്. പതുള്ളതിൻ്റെ ഉള്ളതെന്നറിയാം. ഒരിക്കലും വന്നുള്ള ഒരു ഒച്ചയും കേട്ടിട്ട് ഒരു കടിയും കിട്ടി. മോനെ നായ്ക്കളെ കൊണ്ട് തോറ്റടോ. കാല് ആളെ ഇടയിലൊക്കെ വഷളായടോ. അല്ല, ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി. ഒരു ചങ്ങല വാങ്ങാൻ പോയതാ. നിങ്ങൾ കിട്ടാനോ? ഈ എന്തിത്ത സുമാര കളിയാക്കണത്? ഇവിടുത്തെ നായിനെ ചങ്ങലക്കിടായ. നിങ്ങൾ നായനെ കളിക്കേണ്ട നായിക്ക് ഭ്രാന്താവില്ലല്ലോ. അല്ല സുമാര, ഇപ്പൊ നമ്മളെ കടിച്ചത് പ്രാന്തായിന്ന് വിചാരിക്ക. എന്നാ പിന്നെ എത്ര ദിവസം പിടിക്കും പ്രാന്തളകാൻ? നിങ്ങൾക്ക് എന്ത് ഭ്രാന്തളകാനാ? നിങ്ങൾക്ക് അല്ലേ ഭ്രാന്തല്ലേ? എന്തിത്ത സുമാര പറയണത്? ഏത് നായ കടിച്ച് പേടിക്കൊന്നും വേണ്ട. ഇഞ്ചക്ഷൻ എടുത്താൽ മാറിപ്പോത്. വന്ന് സുകുമാര, കേരളം ഭ്രാന്താലയായിടോ. ഭ്രാന്തായിക്കളെ കൊണ്ടുള്ള ഭ്രാന്താലയായി മാറി. വരുന്ന വഴിക്ക് നായ്ക്കളെ കൊണ്ടൊരു 5 കളിയാ. എവിടെ നോക്കിയാൽ നായ്ക്കളാ. ഏടോ, നായ്ക്കളെ കൊണ്ട് ഒരു കളിയാണ്ടോ? കേരളത്തിൽ എത്രയാണ്ടോ നായ്ക്കളെ ഇടയിലുണ്ടോ പാർട്ടി. അതിൽ ബുദ്ധിജീവികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉണ്ടോ. ഈ നായ്ക്കള് രാവിലെ തുടങ്ങും കടിയും പിടിയും കൂടെ. ഇതാണ് ഇപ്പൊ കേരളത്തിലെ അവസ്ഥയാണ്ടോ ഇത്? നങ്ങയിലമ്മേ, നമ്മൾ കൊറോണയ്ക്ക് കുത്തിവെച്ചമാതിരി എല്ലാത്തിനും അങ്ങോട്ട് കുത്തിവെച്ചാലോ? ഈ പറഞ്ഞത് ശരിയാ സുമാര. എല്ലാത്തിനും പിടിച്ചിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യണം. നായ്ക്കളെയും മനുഷ്യന്മാരെയും ഒക്കെ മുഖ്യമന്ത്രിന്ന് തുടങ്ങണം. എല്ലാത്തിനും ഒരൊറ്റ ഒന്നിനെ ഒഴിവാക്കരുത്. അല്ല പിന്നെ